ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകേണ്ടത് മുരിങ്ങാക്കായ കൊണ്ടൊരു ഇത്ര നീളത്തിൽ അരിഞ്ഞ് വെച്ച മുരിങ്ങാക്കായാണിത്. കഴുകി കൊടുന്നതാണ്. അപ്പോൾ അതിക്ക് വേണ്ട സാധനമുണ്ട്: തേങ്ങ, ചെറിയ ചീരം, കുറച്ച് ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു 2 ഇല്ലി കരിവേപ്പിൻ്റെ ഇല, 2 വെളുത്തുള്ളി പോള. അതാണ് ഇപ്പോൾ അരക്കാൻ വേണ്ടിയത്. ഇതൊക്കെ കൂടി അരക്കണം. അപ്പം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിന്നെ പുളി വെള്ളത്തിലിട്ടതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത്തിരി മുളകും പൊടി ഒരു 4 സ്പൂൺ മതി. ഒക്കെ ഉപ്പ് ഒരു 4 സ്പൂൺ ഉപ്പും മതി. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നുള്ളു മഞ്ഞൾപ്പൊടി. അങ്ങനെ ഈ പുളി വെള്ളം പാർന്നിട്ട് അത് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് അരച്ച് പാരാനുള്ളതാണ് നമുക്ക്. ഇത് വറവിടാനുള്ളത്: കടുക്, മുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ ഇട്ടിട്ട് വറവിടാൻ നമുക്ക്. അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം അരയണ്ട. നമ്മൾ കറിക്കരക്കണ അരിയണ്ട. അല്ലാതെ ഒന്നുണ്ട് നല്ലോണം ഒന്ന് ചതയും വേണം. അങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ട് തുള്ളി വെള്ളം ഒഴിച്ച് കാണി ചതച്ചെടുത്താൽ മതി. നമ്മളെ മുരിങ്ങക്കായൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരച്ച അരപ്പൂത അതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. വലിയ അരിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തുഞ്ചിയിൽ നമുക്കുണ്ട് എടുത്ത് വെച്ചിട്ട് അറിവിട്ടാൽ വേഗം ഒന്ന് തുഞ്ചും. അത്ര നമ്മൾ തളിച്ചു കൊണ്ട് കിണിക്ക് ഒഴിക്കല്ലേ, വേഗം തുഞ്ചി കിട്ടും. ഇത്രയല്ല പണി. ഇനി ഒന്ന് വറവിട്ടാൽ നമ്മളെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളെ കടുക് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. എന്താ അത് 3 കൊണ്ട് ഇട്ടു. ഇനി ഇട്ടിട്ട് അയക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ ഓക്കെ ആയി. ഇതിക്കണ്ട് ഒഴിച്ചാൽ മതി. അപ്പം നമ്മളെ കടുകൊക്കെ ഇതാ പൊട്ടിക്കഴിഞ്ഞു. അപ്പം നെയ്ക്കണ്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മുരിങ്ങ ഇപ്പം എല്ലായിടത്തും കിട്ടാനുള്ളതല്ലേ. അപ്പം അതുകൊണ്ടാണ് ഉള്ളു പണി.